ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് അടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മുടെ ദോശയാണ്. ഇന്ന് ദോശയും ചട്ടണിയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ അപ്പം, അത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ ചോറ്. എപ്പോഴെങ്കിലും ആണ്ടിലോ സംക്രാന്തിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വേറെ ഏതെങ്കിലും ഒരു കടിയൊക്കെ ഇല്ലെങ്കിൽ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം, ദോശ, ചോറ് ഇത് തന്നെയാണ് കേട്ടോ. മാറി തിരിഞ്ഞുണ്ടാവുക. വേറൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഇതാ രാവിലെ ഞങ്ങൾ ദോശയും പിന്നെ അതേപോലെ തന്നെ ചമ്മന്തിയും പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞാനിതാ ചോറ് തന്നെയാണ്. ചോറും നമ്മുടെ ഇന്നലത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ മീൻകറീൻ്റെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ചാറും. ഇതെല്ലാം മീൻകറിയും പിന്നെ അതേപോലെ തന്നെ ചമ്മന്തിയൊക്കെ തലേ ദിവസത്തെയാണ്. പിന്നെ അച്ചാർ നമ്മുടെ കൂടപ്പിറപ്പായതുകൊണ്ട് എപ്പോഴും അച്ചാർ എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, അന്നന്ന് ഉണ്ടാക്കുന്നതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പം തലേ ദിവസത്തായിരിക്കും, ചിലപ്പം പിറ്റേന്നായിരിക്കും, അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു കൊക്കോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരുടെ വാശി കാരണം ഞാൻ പറിച്ചെടുത്തത്. അപ്പം ഞാൻ കുറച്ച് കഴിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ അടിയായി ബഹളമായി. എനിക്ക് 2 പ്രാവശ്യം വായിൽ വെച്ചപ്പോഴേക്കും പിന്നെ പോയ വഴി അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ഏതാ പിന്നെ ഞാൻ നമ്മുടെ പഴം തീർന്നിട്ടില്ല. ഒരു കൊല മൊത്തത്തിൽ വാങ്ങിയതായിരുന്നു. ഇനി അത് ആ പഴം തീരുന്നവരെയും നമ്മുടെ വീഡിയോയിൽ ഇനിയും പഴവും വരും കേട്ടോ. അപ്പോൾ ആ പഴം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പല്ലുവേദന ഉള്ളതുകൊണ്ടാണ് കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ചൂടൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് വൈകുന്നേരത്തെ പരിപാടിയാണ്. അത് കഴിഞ്ഞ് എൻ്റെ പൊന്നോ രാത്രിക്കത്തെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. നമ്മുടെ കഞ്ഞിയും അച്ചാറും പപ്പടവും പിന്നെ ചമ്മന്തി കേട്ടോ. അത് ഉണക്കമീൻ പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഇട്ട് അരച്ചിട്ടുള്ള ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പം അതും കൂടിയായിരുന്നു നമ്മുടെ രാത്രിക്കത്തെ ഫുഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചോറാണേലും ബിരിയാണി ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ് അങ്ങനത്തേനേക്കാളൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ കഞ്ഞി. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ അതൊന്ന് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലപോലെ കഴിച്ചു. പിന്നെ രണ്ടാമത് ഒന്നുകൂടി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കത് എന്താ പറയുക, ഞാനിപ്പം കറി അത്രയൊക്കെ ഉള്ളതെന്നുണ്ട്. പിന്നെ ഞാൻ കഞ്ഞിയാക്കിയത്, ചോറാക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴിതാ നമുക്ക് കിടക്കുന്നതിന് മുന്നേ ഉള്ള കലാപരിപാടി കേട്ടോ. ലാസ്റ്റത്തെയാണിത്. ഒരു പഴം ഉണ്ടായിരുന്നു, അധികം പഴുത്തിട്ടില്ലായിരുന്നു. പിന്നെ പഴുക്കാത്തതായതുകൊണ്ട് ഞാൻ അതിനെ എങ്ങനെയൊക്കെയോ ദ്രോഹിച്ച് പെറുക്കി അതിൻ്റെ തോലൊക്കെ മാറ്റിയെടുത്തു. പിന്നെ അതും ഒരു കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പം ക്ലാസ് എടുക്കാൻ വിട്ടുപോയി. അതാണ് ഞാൻ വലിയ കപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നത്. കപ്പിനകത്ത് നിറച്ചൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ എനിക്ക് ക്ലാസ് എടുക്കാൻ എന്നോട് വിട്ടു. അത് തണിയിട്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആക്കി കൊണ്ടുവന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫുഡിലെന്ന് പറയാൻ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. കൂടുതൽ വലിയ വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം നാളെ ഇതേപോലത്തെ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ.